ആരും മമ്മൂട്ടിയല്ലേ ഇരിക്കണേ, നീനെന്താ പറയാൻ കുഴപ്പം? റെഡിയാണോ? ഓക്കെ, റെഡി. എല്ലാവരും ഫോൺ സൈലന്റ് അല്ലേ? ഇവിടെ അല്ലേ? കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ സുപരിചിതനായ മിസ്റ്റർ ഷിൻഡോ വർഗീസിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജസിലൂടെ പ്രസക്തമായ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കാറുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ ഷിൻഡോ വർഗീസ്, ഫൗണ്ടർ ആൻഡ് പ്രിൻസിപ്പൽ ഡിസൈനർ ഓഫ് കോൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ. വെൽക്കം. താങ്ക് യു സോ മച്ച്. നമ്മളും കുറേ നാളായിട്ട് പല പല മീഡിയത്തിലെ കൂടെ ആയിട്ട് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ആയിട്ട് പല പല അഡ്വൈസസ് അല്ലെങ്കിൽ ചെറിയ സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ മേഖലയായി ബന്ധപ്പെട്ടും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബന്ധപ്പെട്ടുള്ള പലതും എൻ്റെ മറ്റേ പേഴ്സണൽ ചാനലിൽ കൂടെ പ്രൊഫഷണൽ ചാനലിൽ കൂടെ എല്ലാത്തിലും കൂടെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു സീരീസ് ആയിട്ട് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു അതൊക്കെ നമുക്കൊരു ടൈം ഫ്രെയിമിനകത്ത് വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഇത് പറയുമ്പോൾ നമുക്കത് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറയാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനൊരു കാര്യം തന്നെ പ്ലാൻ ചെയ്തായിരുന്നത്. അപ്പോൾ ഇതൊരു നല്ല തുടക്കമാവട്ടെ. കുറച്ച് ആളുകൾക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ, അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും അവരുടെ ഒരു അവരും ചിലപ്പോൾ വീട് പണിയുന്നവരായിരിക്കും, ആലോചിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും ആരെയും പേഴ്സണലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല. ചില എക്സാമ്പിൾസൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ചിലർക്ക് അവരെ പറ്റിയാണെന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ എന്നോട് പല ക്ലയൻസും ചില പിന്നെ പറയും, അന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അല്ല, നമ്മൾ മെയിൻലി എനിക്ക് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണല്ലോ എനിക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി പറഞ്ഞ ജെനുവിനിറ്റി അതിനായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു നല്ല തുടക്കമായിരിക്കും, ആളുകൾക്ക് ഗുണകരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളൊരു ആർക്കിടെക്ചറൽ ഡിസൈൻ, ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ, ഇതാണല്ലോ നമ്മുടെ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളുകൾക്കുള്ളിൽ ഒരുപാട് ക്ലയൻസിന് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് ക്ലയൻസിനുള്ള ഏറ്റവും വലിയൊരു മിഥ്യാധാരണ എന്തായിരിക്കും? മിഥ്യാധാരണ എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയല്ല, കുറേ മിഥ്യാധാരണകളുണ്ട്. അത് ആളുകൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും അവരുടെ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സോഴ്സസ് കൂടും കുറയുന്നതിനനുസരിച്ചും ഈ മിഥ്യാധാരണകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജനറലി ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റിങ്ങിനെ പറ്റിയുള്ളൊരു മിഥ്യാധാരണയാണ്. കാരണം പണ്ടത്തേനാലും കൂടുതൽ ഇപ്പോൾ ആളുകൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ റീച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കള്ളനാണയങ്ങൾ അതിനകത്തുണ്ട്. ആളുകൾ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാം. ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അത് കറക്റ്റ് ഇൻഫർമേഷൻ ഏത് റോങ് ഏത് റൈറ്റ് ഏതെന്നുള്ളത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു രീതിയിൽ, കതിരും പതിരും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഞാനൊരു വീട് ചെയ്ത സമയത്ത് ആ ക്ലയൻറ്റിൻ്റെ മദർ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയില് കയ്യിൽ വെച്ചിട്ട് പുള്ളിക്കാരത്തെ ആ വീട് മൊത്തം ആ സ്കെയില് കൊണ്ട് അളന്നിട്ടൊക്കെ ഈ വീടിൻ്റെ ഇത് ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, ആ യൂട്യൂബിൽ ആ മോൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് വരുമല്ലോ, ഈ യൂട്യൂബിൽ ഈ മോൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ വരെ അത് പ്രായമുള്ള 10-75 വയസ്സുള്ള ക്ലയൻറ്റിന്റെ മദറാണ്. അവരിലേക്ക് ഇൻഫർമേഷൻസ്. അപ്പൊ അവര് ഈ ഇൻഫർമേഷൻസ് എല്ലാം തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം ശരിയെന്ന് പറയാൻ പറ്റില്ല. അത് പല കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചേഞ്ച് ആവും. ഞാൻ തന്നെ എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട് പണി എന്ന് പറയുന്നത് പ്രഗ്നൻസി പോലെയാണ്. ഇതിനൊരു സ്ഥായിയായൊരു ഭാവമില്ല. ഇപ്പൊ ഒരാൾക്ക് മസാല ദോശ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മസാല ദോശ കാണുമ്പോൾ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരും എന്ന് പറയുന്ന പോലെയാണ് വീട് പണിയുടെ കാര്യം. നമുക്കതൊരു ഫിക്സഡ് എക്സാമ്പിൾ ആയിട്ട് ഇതിനകത്ത് പറയാൻ പറ്റില്ല. ഓരോ പ്രാവശ്യം ഓരോ സൈറ്റ് അനുസരിച്ചും ആളനുസരിച്ചും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചും സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചും ഒക്കെ ഇത് മാറ്റം വരും. അപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള ഇത് വെച്ചിട്ട് ബഡ്ജറ്റിങ്ങിനെ പറ്റിയാണ് ആളുകൾക്ക് എപ്പോഴും ഒരു മിഥ്യാധാരണ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലത് അത് നേരെ തിരിച്ചു സംഭവിച്ചു. അതിപ്പോൾ ഞാൻ പണ്ട് 2018 42 lakhs തീർത്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു അങ്കിളിൻ്റെ വീട് തന്നെയായിരുന്നു. ഞാൻ ആ പ്രൊജക്റ്റിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാ മീഡിയാസിലും വന്നിട്ടുള്ള നമ്മുടെ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 4.5 മില്യൺ എന്താണ് വരുന്നു. അതായത് ഫേസ്ബുക്ക് മാത്രം, ഇൻസ്റ്റ പോലും ആ സമയത്ത് നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ 2018. അപ്പോൾ
ആ വീഡിയോ, അതിന്റെ ഫോട്ടോസ്, വീഡിയോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്. പിന്നെ ഒരുപാട് ചാനൽസിലൊക്കെ അതിന്റെ വീഡിയോ വന്നതാണ്. ഈ 42 lakhs ആ പ്രൊജക്ട് തീർക്കുന്നു പറഞ്ഞ് ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഫേക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വന്ന് കമന്റ് ഇട്ട ആൾക്കാർ. കാരണം ഞാനത് എങ്ങനെ അത് തീർത്തു എന്നുള്ളത് എനിക്കും ക്ലയന്റിനും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ റിയൽ ഫിഗർ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ആ 42 lakhs ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ടീമിന്റെ ഒപ്പം നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറെ ക്ലയൻസ് അയച്ചു നിൽക്കുക, ഷിൻഡോ ചെയ്ത പ്രൊജക്റ്റിൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇതിന്റെ ഫോട്ടോസ് കൊണ്ടുപോയി വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതാ 13 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി വീട് എന്ന് പറഞ്ഞിട്ട് വേറെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് എനിക്ക് അതിന്റെ ലിങ്ക് എടുത്ത് ക്ലയന്റ് അയച്ചു തന്നേക്കാം. അപ്പോൾ അതിന്റെ ഇടയിൽ വന്നിട്ട് ഇവര് ഇത് എവിടെ ചെയ്തു തരുമോ, ഞങ്ങൾക്ക് കണ്ണൂർ ചെയ്തു തരും, അപ്പൊ അത് ചെയ്തു തരാം, എന്റെ അടിയിൽ നമ്പർ കൊടുക്കുന്നു, നമ്പർ മേടിക്കുന്നു. അപ്പൊ ഇപ്പുറത്തെ റിയൽ ആയിട്ട് ഞാൻ എത്ര എന്റെ ഫിഗർ വന്ന് പറഞ്ഞത് അത് ഫേക്കാന്ന് പറഞ്ഞ ആളുകള് ഇവിടെ 13 lakhs എന്ന് പറഞ്ഞ് എന്റെ അടിയിൽ പോയിട്ട് ജെനുവിനാന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുന്നു, നമ്പർ മേടിക്കുന്നു. അപ്പൊ അങ്ങനത്തെ പല രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ബഡ്ജറ്റിങ്ങിന്റെ കാര്യത്തിൽ. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ക്ലയന്റിനോട് പറയാറുണ്ട്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതൊരു സ്വപ്നം വേറെ, നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വേറെ. സ്വപ്നത്തിന് എത്രത്തോളം വിലയുണ്ടോ അതായിരിക്കും ബഡ്ജറ്റ്. നമ്മൾ വിലയുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെലവാക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു, അതിൽ ശരിയുണ്ടാവും തെറ്റുണ്ടാവും. ഞാൻ എന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു, റിയൽ സാധനം പറഞ്ഞിട്ട് അത് ഫേക്കാന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ സെയിം സോഷ്യൽ മീഡിയയിൽ തന്നെ ഫേക്ക് സാധനം റിയലാന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്. ഇത് രണ്ടും ഞാൻ എന്റെ ഇൻസിഡന്റ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ആളുകളിൽ ഏറ്റവും കൂടുതൽ, കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കെണിയിൽ വീഴ്ത്താൻ വേണ്ടി പർപ്പസ്ഫുള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകൾ. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വില കുറഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഒരു നല്ലൊരു സാധനം കണ്ട് ഇതിന് ഇത്ര വിലയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആളുകൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന്റെ പുറകിലേക്ക് ചെന്ന് വീഴും. ആ ഒരു സൈക്കോളജി ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുള്ള, പറ്റിക്കപ്പെട്ടുള്ള കഥകൾ നമ്മൾ കേട്ടാലും ഇപ്പൊ വീണ്ടും അതിനകത്ത് അത് അവർക്കല്ലേ എന്നുള്ളൊരു സാധനം, എനിക്കത് പറ്റിക്കപ്പെട്ടില്ല എന്നുള്ള ലെവലിലാണ് വിചാരിക്കുന്നത്. അപ്പോ ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്യുന്നവരെല്ലാവരും ഫേക്ക് എന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഫേക്ക് അല്ലാതെ ഈ ജെന്യുവനായിട്ട് ഇത് പറഞ്ഞിട്ടുള്ള ആരാണ്, മറ്റേത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അതിന് എങ്ങനെ അത് കണ്ടുപിടിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും നല്ല മാർഗം. അതെ, ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പോയിട്ട് വിശ്വസിക്കാതെ അവർ മുമ്പ് ചെയ്തിട്ടുള്ള അവരുടെ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ഇത് ചെയ്യാം. അതല്ലാതെ ഒരാള് ഒരു വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ അത് പോയി ചാടരുത്. കാരണം നിങ്ങളെ വെച്ചായിരിക്കും അവനത് പരീക്ഷിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആളുകളോട് പറയണമെന്ന് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഒരു. നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഒരു ചോദ്യം ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് വർക്ക് തുടങ്ങാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ സൈറ്റിലൊരു കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റിലേക്ക് ഇത് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും അത്? ക്ലയൻസിനും ഒരു ബുദ്ധിമുട്ടാണല്ലോ, അതിനെങ്ങനെയാണ്? അത് നമുക്ക്, ഞാൻ പല ക്ലയൻസിനോടും ഈ ബഡ്ജറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് പറയുന്ന ഒരു മെയിൻ എലമെന്റ് ഇതാണ്. കാരണം നമ്മുടെ ബേസ്മെന്റ് എങ്ങനെയാണ്, നമ്മുടെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഒരു വീടിന്റെ എക്സ്പെൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. കാരണം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള എസ്തെറ്റിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റൂം വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീടായാലും, ഈ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ പിന്നീടായാലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ റൂം എടുക്കാൻ നമുക്ക് ബഡ്ജറ്റിൽ പിന്നീടായാലും ആഡ് ചെയ്യാം. പക്ഷെ പ്രോപ്പർ ഫൗണ്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ സോയിലിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിലേക്കുള്ള എന്ത് കാര്യം ചെയ്തുകൊണ്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഫൗണ്ടേഷനാണ്, ഒരു അടിത്തറ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട മെയിൻ സാധനം. അതാണ് മെയിൻ എലമെന്റ്. അപ്പൊ ഈ അടിത്തറ അവിടുത്തെ സോയിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അടിത്തറ എങ്ങനെയാന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സോയിൽ ടെസ്റ്റ് നമുക്ക് നേരത്തെ വേണമെങ്കിൽ ചെയ്തു വെക്കാം. അപ്പൊ ചില സൈറ്റിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വലിയ കുഴപ്പം നമുക്ക് തോന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു സൈറ്റിൽ കണ്ട വളരെ ഡീസൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു സൈറ്റാണ്. പക്ഷെ ഡിസൈൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഇതിന് മുമ്പ് സ്ട്രക്ചറൽ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 45-50 മീറ്ററിലൊക്കെ പൈൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അത് ടോട്ടലി ഏകദേശം ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 85 lakhs അതിൻ്റെ പൈലിങ്ങിന് മാത്രം വരും. അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് 85 lakhs എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊജക്റ്റ് തീർക്കേണ്ട ഓൾമോസ്റ്റ് റേറ്റ് ആണത്. ആ റേറ്റിനകത്ത്
അപ്പൊ അതിന്റെ ഫൗണ്ടേഷൻ പോലും ആയിട്ടില്ല. പൈലിങ്ങിന്റെ അതിന്റെ ആ അത്രയും വരുന്ന പോസ്റ്റുകൾ മാത്രം ഏകദേശം 85 lakhs അടുത്ത് വരും. അപ്പൊ അതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. ആ സൈറ്റോ അല്ലെങ്കിൽ ആ സൈറ്റിന്റെ അടുത്തുള്ള സൈറ്റുകളെ വെച്ചിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവിടെ എന്തോ നിർഭാഗ്യവശാൽ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ വരാം. അത് പണ്ട് ഏതൊരു അതായത് ഇവിടെ തോട് പോയതോ ചാല് പോയതോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു അത്. അങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഈ തറയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വീട് പണിയുടെ എക്സ്പെൻസിന്റെ എപ്പോഴും ഇപ്പൊ ഒരു സെയിം വീട് തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പൊ ആറാറൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ കരിങ്കലൊക്കെ വെച്ചിട്ട് കെട്ടുന്ന പോലത്തെ അത്രയും മതി, അങ്ങനത്തെ തറ മതി എന്നുള്ള ലെവലിലുള്ള സ്ട്രെങ്ത് ഉള്ള സോയിലുള്ള ഒരു സ്ഥലത്ത് പണിയുന്നതും സെയിം വീട് തന്നെ നമുക്ക് പൈല് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് വരേണ്ടതും നമ്മൾ എക്സ്പെൻസിൽ ഭയങ്കര വേരിയേഷൻ വരും. വീടിന്റെ ഡിസൈൻ സെയിം, മെറ്റീരിയൽസ് സെയിം, ചെയ്യുന്ന ഡിസൈൻ ചെയ്ത ആൾക്കാർ സെയിം, ചെയ്ത പീരീഡ് ഓഫ് ടൈം സെയിം, ഇതെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒറ്റ കാര്യത്തിന്റെ പുറത്ത് മൊത്തത്തിൽ മാറും. അപ്പോൾ ബഡ്ജറ്റിന് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. കാരണം തറ കെട്ടി കഴിയുമ്പോൾ ഈ കാരണം മേജർ ബഡ്ജറ്റൊക്കെ അതിനകത്ത്. അപ്പൊ അത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ ചില പ്ലോട്ടുകൾ മേടിക്കുമ്പോൾ പോലും നല്ലൊരു സ്ഥലത്ത് നമുക്കൊരു ഒതുക്കത്തിലൊരു വിലയ്ക്ക് സാധനം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു വീട് അതിന്റെ ഈ പറഞ്ഞതിന്റെ അടുത്ത് തന്നെ വേറെ വീട് നമ്മൾ ചെയ്യുന്നത് അത് 3 cents ഉള്ളൂ. കാണുമ്പോൾ നല്ല പ്ലീസന്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ്. പക്ഷെ ആ മണ്ണൊക്കെ മാറ്റി നമ്മൾ പൈലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പണ്ട് പണിതായിരുന്ന വീടിന്റെ ഒക്കെ തറയുടെ ഇതൊക്കെ അതിലേക്ക് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി മാറ്റിയിട്ട് അത് 3 സെന്റിനകത്ത് നിന്നൊക്കെ ചെയ്യണം. ഈ മണ്ണ് മൊത്തം മാറ്റിയിട്ടേ നമുക്കിനി പൈൽ ചെയ്തിട്ട് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൗസ് വാമിംഗ് നടത്തണം എന്നുള്ള രീതിയിലിരിക്കുകയാണ്. പ്ലാനിങ് എല്ലാം മാറും. മൊത്തത്തിൽ പ്ലാൻ മാറുന്നു, ബഡ്ജറ്റ് മാറുന്നു, ടൈം മാറുന്നു, എല്ലാം ഡിലേ ആവും, പ്രശ്നങ്ങളാവും. ഇത് ഈ ഒരു അടിത്തറ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വീട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പണി തുടങ്ങാൻ ഒരു ബിൽഡറെ ചൂസ് ചെയ്യണമല്ലോ. ചിലർ സ്വന്തമായിട്ട് ചെയ്യുമായിരിക്കും, എന്നാലും ചിലർ ബിൽഡറിനെ ഏൽപ്പിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിൽഡറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലഘട്ടം അനുസരിച്ച് നമുക്ക് ഇനി അങ്ങോട്ട് ഈ 2K കിഡ്സിന്റെ കാലത്തിലേക്കും കൂടി കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ ക്ഷമ എന്ന് പറഞ്ഞൊരു വികാരം ആളുകളിൽ നിന്ന് ക്ഷമിക്കാനുള്ള ക്ഷമ ശീലിക്കുന്നില്ല ആളുകൾ. കാരണം പണ്ട് നമ്മളൊരു സിനിമ കാണണമെങ്കിൽ നമ്മൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരു ഫുഡ് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിക്കണം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ക്ഷമ ജീവിതത്തിൽ കൂടെ തന്നെ പഠിക്കണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നു പണ്ട്. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റാ, എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുകയാണ്. നമുക്ക് വീട്ടിലിരുന്ന് ഫുഡ് ചെയ്യാൻ ഒന്ന് ഓർഡർ ചെയ്തേക്കാം, നേരെ ഓർഡർ ചെയ്യുന്നു, ഒന്ന് കുളിച്ചിട്ട് വരുമ്പോഴേക്ക് ഫുഡ് വരുന്നു. ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളത് ചെയ്യാൻ പറ്റും. ഒരു സിനിമ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇടി കാണാൻ പോകണ്ട, ഇടികൂടി നിൽക്കണ്ട, നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം, നേരെ പോയി കാണാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തിയേറ്ററോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്ന് കാണാം. അപ്പോൾ ആളുകൾക്ക് കൺവീനിയൻസ് കൂടി. അപ്പൊ ആ സമയം ആളുകൾ വേറെ കാര്യത്തിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ ഓഫീസിൽ ചിലപ്പോൾ ഞാൻ എല്ലാ ദിവസം ഫുഡ് കൊണ്ടുവരുന്നതാണ്. ഫുഡ് കൊണ്ടുവരാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പുറത്തിറങ്ങി ഞാൻ കാറെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. അപ്പൊ ഞാൻ കഴിക്കാൻ ഒരു 12:45 ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 മണിയാകുമ്പോൾ ഫുഡ് വരും. അത് കഴിച്ചാൽ 5 മിനിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ടൈം ലാഭമാണ്. ഞാനിത് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പണ്ടത്തേനേക്കാളും അപ്പൊ ആളുകൾക്ക് ഇപ്പോൾ പണ്ടത്തെ മാതിരി സമയമില്ല, ഒന്നിനും മെനക്കെടാൻ വയ്യ. ഒരു ചെറിയ ഈ പറഞ്ഞ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോലും മെനക്കെടാൻ വയ്യ. അപ്പോൾ ഈ വീട് പണി എന്ന് പറഞ്ഞൊരു ഹിമാലയം ടാസ്ക് അവരെടുത്ത് തലയിൽ വെക്കുക എന്നുള്ളത് ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ കൂടുതൽ ബിൽഡേഴ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ടേൺ കീ പ്രൊജക്ട്സ് ചെയ്യുന്ന ഒരുപാട് ഫേംസും വന്നു. അപ്പോൾ ആളുകളുടെ മുമ്പിൽ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇതിനകത്ത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പോഴും അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. 100% പെർഫെക്റ്റ് ആയിട്ട് 100% നമ്മൾ മനസ്സിൽ ഒരു ക്ലയന്റ് മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ്റെ എല്ലാ സ്റ്റേജസും തീരണമെന്ന് നിർബന്ധമൊന്നുമില്ല.